بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم صدق الله العلي العظيم وقال رسول الله صلى الله عليه وسلم إن من عباد الله من لو أقسم على الله لأبره صدق رسول الله എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സൂര്യയും മറ്റുള്ള ദീനം അടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാകുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനം നിറഞ്ഞ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ അബ്ദുൽ കരീം സാഹിബ് അവർ ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച നമ്മുടെ അനുഗ്രഹീതരായ ഖത്തീബ് ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായ ഈ പ്രദേശത്തെ ഈ മഹത്തായ പള്ളി പരിപാലന മഖാം പരിപാലന ഭാരവാഹികൾ ഈ മഹത്തായ ഉറൂസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നെത്തിയുള്ള മാന്യ സഹോദരങ്ങൾ സഹോദരിമാർ സുഹൃത്തുക്കൾ, വലിയ ബഹുമാനമുള്ള ഒരു മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. അല്പസമയത്തിനുള്ളിൽ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ആത്മീയ വേദികൾക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് മുത്തനൂര് തങ്ങൾ ഇവിടെ എത്തുകയാണ്. നമുക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി മുഹമ്മദ് അസ്ഹരി പേരോട് ഉസ്താദ് ഇവിടെ എത്തും. അതുവരെ ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ സയ്യിദ് ബഹാഉദ്ദീൻ കുഞ്ഞിൽ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാനായ വലി, ആ വലിയുടെ ഉറൂസിലാണ് നാം ഉള്ള
നേരത്തെ സ്വാഗതത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ കഴിഞ്ഞ 20-ാം തീയതി കൊടിക്കയറ്റത്തോടുകൂടെ സമാരംഭം കുറിച്ച മഹത്തായ സമ്മേളനം ഉറൂസിന് സമാപനം കുറിച്ചുകൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ധാരാളം ആളുകൾ ഇവിടെ എത്തിയത് ഈ മഹാന്റെ പൊരുത്തവും തൃപ്തിയും അവിടുത്തെ ഹൃദയവും സ്നേഹവും എല്ലാം നേടിയെടുക്കാൻ മറ്റൊരു ഭൗതിക താല്പര്യവും ഈ വന്നിരിക്കുന്നതിലൂടെ ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പാണ്. എന്തിനാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ശൈഖിന്റെ ആണ്ട് ഉറൂസ് എന്തിനാണ് കൊണ്ടാടുന്നത്? ആ മഹാന്റെ പേരിൽ എന്തിനാണ് നമ്മൾ സമ്മേളിക്കുന്നത്? അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വിശദമായി ബഹുമാന്യരായ അസ്ഹരി ഉസ്താദ് അവர்கள் നമ്മോട് സംസാരിക്കാനുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് പേരോട് അസ്ഹരി ഉസ്താദ് അവர்கள் കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ദീർഘമായി ഒന്നും പറയുന്നില്ല. നമുക്കറിയാം ഇവിടുത്തെ നിയമപാലകന്മാര് ആരോഗ്യ വകുപ്പിനെ സർക്കാരിന്റെ നിയമത്തെ പൂർണ്ണമായും നാം അനുസരിക്കുന്നത് കൊണ്ട് തന്നെ സമയം വളരെ പരിമിതമാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ വേദിയിൽ വളരെ ദൂരെ നമ്മോട് നിർദ്ദേശങ്ങൾ ഈ മഹത്തായ ഉറൂസിന് പങ്കെടുത്ത മുഴുവൻ സഹോദര സഹോദരിമാരോട് നൽകുന്നതിന് വേണ്ടി ഉസ്താദ് അവர்கள் വേദിയിൽ എത്തിയതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുന്നത് ആത്മീയപരമായ ഉയർച്ചയും വളർച്ചയുമാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഏക മാർഗം എന്ന് ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ആത്മീയത അത് ഔലിയാക്കന്മാരുടെ ലോകമാണ്. ആ ആത്മീയ ലോകത്ത് ജീവിച്ച മഹാന്മാർ അവർക്ക് ഭൗതിക ജീവിതത്തിൽ യാതൊരു ടെൻഷനും പേടിയും ഇല്ലാത്തവരായിരുന്നു. ആ വിഭാഗം ആളുകളെ പൂർണ്ണാർത്ഥത്തിൽ ജീവിതത്തിൽ പിൻപറ്റിയാൽ എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അതിന് ധാരാളം അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന വിശുദ്ധ വാക്യത്തിന്റെ മഹത്തായ സമ്മേളനം ഉറൂസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ ഉസ്താദ് വേദിയിലെത്തിയിട്ടുണ്ട്. ഉസ്താദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله
بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا كان لكم جزاء وكان سعيكم مشكورا. إنا نحن نزلنا عليك القرآن تنزيلا فاصبر لحكم ربك ولا تطع منهم آثما أو كفورا واذكر اسم ربك بكرة وأصيلا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وخالف النفس والشيطان عصيما وإنهما محضاك النصح فاتهمي. مولاي صل وسلم على حبيبك خير الخلق كلهم ولا تطع منهما خصما ولا حكما فأنت تعرف كيد الخصم والحكم. مولاي صل وسلم للخلق كلهم يستغفر الله من قول بلا عمل لقد نسبت به نسلا لذي حكم. مولاي صل وسلم على حبيبك خير للخلق كلهم. أمرتك الخير لكن ما ائتمرت به وما استقمت فما قولي لك استقمي. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. ഏറ്റവും
ആദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, പ്രിയപ്പെട്ട കരളിൻ്റെ വിഷമങ്ങളായ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളെ സ്നേഹിച്ച്, മഹാന്മാരെ സ്നേഹിച്ച് ഒത്തുചേർന്നത് അവരോടൊപ്പം നാളെ ജന്നാത്തുൽ നഈമിൽ അവരുടെ റഹ്മത്ത് കൊണ്ട് നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഔലിയാക്കളെയും സ്നേഹിക്കാനും എല്ലാ മഹാന്മാരെയും ഇഷ്ടപ്പെടാനും അവരെ ആദരിക്കാനുമുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. من عادى لي وليا وقد آذنته بالحرب. എൻ്റെ ഔലിയാക്കളോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ, എന്നെ ഇഷ്ടപ്പെട്ടു ഏത് സമയത്തും എൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ അവരോട് ശത്രുത പുലർത്തിയാൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞത് ലോകസിദ്ധാവായ അല്ലാഹുവാണ്. ആ നിലക്ക് അല്ലാഹു വലിയ ആദരവ് നൽകിയ, വലിയ ബഹുമാനം കൽപ്പിക്കാൻ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട മഹാന്മാരാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. ആ ഔലിയാക്കളുടെ പൊരുത്തവും അവരുടെ സന്തോഷവും ചിലപ്പോൾ അവരുടെ വാക്കുകളും നമ്മളെ സ്വർഗത്തിൽ പോലും എത്തിക്കാൻ വലിയ കാരണങ്ങളായി മാറിത്തീരും. മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ശൈഖ് അവറുകളെ, എനിക്ക് സ്വർഗം വേണം. അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ഒരു തോട്ടത്തെ കുറിച്ച് ഒരാളോട് വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ തോട്ടത്തിന് പകരമായി എനിക്ക് സ്വർഗം തരുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തോട്ടം വിൽക്കാം എന്ന് അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവോട് പറയുകയും അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് സ്വർഗം എഴുതി കൊടുക്കുകയും ആ എഴുതി അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ ഖബറിൽ വെക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും ദഫൻ ചെയ്യുകയും ഖബറിൽ ദഫൻ ചെയ്യുകയും ചരിത്രം സംഭവത്തിൽ കാണാൻ കഴിയും. ആ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിനെ കത്ത് വാങ്ങി ഖബറിൽ മറവ് ചെയ്ത ഈ മഹാന്റെ ഖബറിന്റെ പുറത്ത് അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു എന്നോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം മഹാനവറുകൾ പാലിച്ചിരിക്കുന്നു എന്ന് മറവ് ചെയ്തതിന്റെ ശേഷം ഖബറിന്റെ പുറത്ത് എഴുതപ്പെട്ടതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരായ സ്വലഫു സാലിഹീൻ, അവർക്ക് അല്ലാഹു വലിയ പവർ നൽകുന്നു. അല്ലാഹു ഇവിടെയുള്ള മഹാനടക്കം ഏതൊക്കെ മഹാന്മാരുണ്ടോ അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു നന്നാക്കി തരട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ എളുപ്പമുള്ള മതമാണ്.
ഇസ്ലാം ഒരിക്കലും മനുഷ്യന്റെ ശാരീരിക പ്രകൃതിക്ക് യോജിക്കാത്ത, മനുഷ്യന്റെ സൃഷ്ടിപ്പിനോട് യോജിക്കാത്ത, മനുഷ്യന്റെ ബുദ്ധിക്കോ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതോപാധികൾക്കോ തടസ്സമാകുന്നതൊന്നും ഇസ്ലാം ഇവിടെ കൽപ്പിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. മനുഷ്യന് കഴിയുന്നതല്ലാതൊന്നും അല്ലാഹു മനുഷ്യനോട് കൽപ്പിച്ചിട്ടില്ല. ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഇന്നദ്ദീന യുസ്റുൻ, ദീന് വളരെ എളുപ്പമാണ്, ദീന് വളരെ സിമ്പിളാണ്, ദീന് വളരെ എളുപ്പത്തിൽ ജീവിക്കാൻ കഴിയുന്ന കാര്യമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ അവന് കഴിയാത്ത, അവന് താങ്ങാൻ കഴിയാത്ത, അവന്റെ ബുദ്ധിക്ക് തന്നെ ചിന്തിക്കാൻ കഴിയാത്ത, അവന്റെ ബുദ്ധിക്ക് എത്തിക്കാൻ കഴിയാത്ത, ആലോചിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അതേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യനോട് കൽപ്പിച്ചിട്ടില്ല. ദീന് വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്ക്, മറ്റേതെങ്കിലും മതത്തിലുള്ളത് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസികൾ വിശ്വസിക്കുന്നത് പോലെ മനുഷ്യന്റെ ശരീരത്തിന് കഴിയാത്ത കാര്യങ്ങൾ മനുഷ്യനോട് കൽപ്പിച്ചിട്ടില്ലല്ലോ ഇസ്ലാം. എത്ര എളുപ്പമുള്ള മതമാണ് ഇസ്ലാം. ഒരു മനുഷ്യൻ അവന്റെ കണ്ണുകൊണ്ട് നോക്കരുത് എന്ന് പറഞ്ഞത് ആരെയാണ്? ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണുകൊണ്ട് നോക്കരുത് എന്ന് പറഞ്ഞത് ആരോടാണ്? ആരെയാണ്? അവന്റെ കാതുകൊണ്ട് കേൾക്കരുത് എന്ന് പറഞ്ഞത് എന്താണ്? തീർച്ചയായും മോനെ അയലം നീ മനസ്സിലാക്കണം, അന്നദ്ദീന ശത്വാൻ. ദീന് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമാണ്. ഞാനിപ്പത് വിശദീകരിക്കുന്നില്ല. ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ വെച്ച് അവിടെ വെച്ച് പ്രസംഗിക്കുമ്പോൾ തുടങ്ങി വെച്ച ഭാഗമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. പക്ഷേ തുടക്ക ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ചെന്ന് പോകും. വിശദമായ വിവരം ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ കേട്ടോളൂ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, അന്നദ്ദീന ശത്വാൻ. നീ മനസ്സിലാക്കണം, നീ മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. ദീന് രണ്ട് വിഭാഗമാണ്. അഹദുഹുമാ, അതിലൊന്ന് തർക്കുൽ മഅസി, തിന്മകളെ കൈയൊഴിച്ച് ജീവിക്കലാണ്. വല്ലാഹറു, രണ്ടാമത്തത് എന്താണെന്ന് അറിയോ? ഫിഅലു ത്വാഅത്ത്. വളരെ എളുപ്പമാണ് ദീനിൽ നിന്നല്ലേ പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ മാത്രമേ ദീനിൽ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതിലൊന്നാമത്തത് തർക്കുൽ മഅസി, തിന്മകളെ കൈവച്ച് ജീവിക്കലാണ്. വല്ലാഹറു, രണ്ടാമത്തത് ഫിഅലു ത്വാഅത്ത്, ജീവിതത്തിൽ നന്മകളെ കൊണ്ടുവരലാണ്. ത്വാഅത്തുകളെ, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ മുറുകെ പിടിക്കലാണ്. വതർക്കുൽ മനാഹി വൽ അശദ്ദു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ജീവിതത്തിൽ ഒരുപാട് നിസ്കരിക്കുന്നതിനേക്കാൾ, ഒരുപാട് നോമ്പെടുക്കുന്നതിനേക്കാൾ, ഒരുപാട് ധർമ്മം ചെയ്യുന്നതിനേക്കാൾ, ഒരുപാട് നന്മകൾ ചെയ്യുന്നതിനേക്കാൾ തർക്കുൽ മനാഹി വൽ അശദ്ദു, അതാണ് പ്രയാസം. കുറെ നിസ്കരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും, കുറെ നോമ്പെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും, കുറെ ധർമ്മം ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. അത് വേണ്ടാന്നല്ല, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതും വലിയ തൗഫീഖ് തന്നെയാണ്. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും അതേ മനുഷ്യന് പ്രയാസം എന്ന് പറയുന്നത് തർക്കുൽ മനാഹി, വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ ജീവിതത്തിൽ കൈയൊഴിച്ച് ജീവിക്കലാണ്. വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കലാണ്. ലാ യഖദിറു അലൈഹി ഇല്ല സുദീഖൂൻ. തിന്മകളെ കൈയൊഴിച്ച് ജീവിക്കുക എന്ന് പറയുന്ന മഹത്തായ സ്വഭാവം, തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുക എന്ന് പറയുന്ന മഹത്തായ ജീവിതം, അതിൽ ലഭിക്കും
ലഭിക്കുന്ന മഹാന്മാരാരാണ് അറിയോ? മഹാന്മാരായ സിദ്ദീഖീങ്ങളായ അടിമകൾക്കല്ലാതെ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന സിദ്ദീഖീങ്ങളാകുന്ന മഹാന്മാർക്കല്ലാതെ ആ വലിയ പവർ ലഭിക്കൂല. ولذلك قال رسول الله صلى الله عليه وسلم ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മുഹാജിറു മൻ ഹജറസൂ. യഥാർത്ഥത്തിൽ ഹിജ്റ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിയായ മുഹാജിർ എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിയായ നിലക്കുള്ള മുഹാജിർ ആരാണ് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഹജറസൂ, തിന്മകളെ കൈയൊഴിച്ച് ജീവിക്കുന്നവന്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിർ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമുക്കറിയാം, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് സഹാബത്ത് മദീനയിലേക്ക് മക്കയിൽ നിന്ന് യാത്ര പോയി. ആ സഹാബത്തിനാണ് നമ്മൾ സാധാരണ മുഹാജിരീങ്ങൾ എന്ന് പറയാറുള്ളത്. അതും ഒരു ഹിജ്റയാണ്. എന്നാൽ മുഹാജിർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പവറുള്ള പേര് നൽകിയ മറ്റൊരു കൂട്ടം ആളുകളാണ് അൽ മുഹാജിറു മൻ ഹജറസൂ. ജീവിതത്തിൽ തിന്മകളെ കൈയൊഴിച്ച് ജീവിക്കുന്നവർ അവരുടെ നല്ല ഒന്നാന്തരം മുഹാജിറാണ്. വൽ മുജാഹിദു മൻ ജാഹദ ഹവാ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടുന്ന, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പരിത്യാഗം ചെയ്ത്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സമരങ്ങളിൽ, അതേ സമരങ്ങളിൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോ പ്രതിരോധം തീർത്ത ബദറിലും മുഹദിലും പങ്കെടുത്ത വലിയ വലിയ മഹാന്മാരായ മുജാഹിദുകളിൽ, ദീനിനു വേണ്ടി ജിഹാദ് ചെയ്ത മഹാന്മാരായ സ്വഹാബത്തിൽ. അതുപോലെ മറ്റൊരു മുജാഹിദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. ആരാണ് അൽ മുജാഹിദ് എന്നറിയോ? മൻ ജാഹദ ഹവാ. ശരീരത്തിന്റെ ഇച്ഛയോട് സമരം ചെയ്ത് ജീവിക്കുന്നവനാണ്. ശരീരത്തിന്റെ ആഗ്രഹങ്ങളോട് സമരം ചെയ്ത് ജീവിക്കുന്നവനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ ജീവിതത്തിൽ ഏറ്റവും വലിയ സമരം ചെയ്യുന്നവൻ ജീവിതത്തിൽ തടീച്ചയോട് സമരം ചെയ്യുന്നവനാണ്. ശരീരത്തിന്റെ ഇച്ഛകളോട് സമരം ചെയ്യുന്നവൻ. വല്ലാത്തൊരു കാലത്താണ് നമ്മുടെ ജീവിതം, അല്ലേ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാലത്തിനെ കുറ്റപ്പെടുത്തരുത്, കാലത്തിനെ കുറ്റപ്പെടുത്തരുത്. അല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ വളരെ മോശമായത് കൊണ്ടാണ് ആ പറയുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. എന്താ ഈ കാലത്തിന്റെ പ്രത്യേകത? തിന്മകൾക്ക് ന്യായം കണ്ടെത്താൻ എന്ത് വഴി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹറാമുകൾക്ക് എന്തുണ്ട് വഴി എന്ന് കണ്ടെത്താൻ, ഹറാമുകളെ ഹലാലാക്കിയെടുക്കാൻ എന്ത് വകുപ്പുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതത്തിൽ തിന്മകൾക്ക് നല്ല നല്ല ന്യായങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് അതെങ്ങനെയെങ്കിലും ഹലാലാണ് എന്ന് ജനങ്ങളെ മുന്നിൽ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനു വേണ്ടി തന്നെ ഒരു വിഭാഗം അതിനുവേണ്ടി മാത്രം സമയം ചെലവഴിക്കുകയും അത്തരം കാര്യങ്ങളെ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഹറാമിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഏതൊക്കെ വഴിയിലാണ് ഹറാമിന്റെ വഴികൾ തുറന്നു കൊടുക്കുന്നത്? ഞങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രസംഗിക്കുന്ന മുസ്ലിയാരി അയാൾ പറയാണ്, കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ നോക്കാൻ പാടില്ല എന്ന് മുസ്ലിയാര് പറയുമ്പോ ന്യൂ ജനറേഷനിൽപ്പെട്ട ഏറ്റപ്പെട്ട ചില ആളുകൾ, നിങ്ങൾ ഈ ഭാഗത്തൊന്നും അകലാടുകളൊന്നും അങ്ങനെയുള്ള ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല, അപ്പൊ അവരെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ?
അതിനെ നിസ്സാരപ്പെടുത്തി കളയാൻ, ആ ഒരു ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ ചെറുതാക്കി തിന്മയെ ഒന്നുമല്ലാത്തതാക്കി അതെങ്ങനെയെങ്കിലും ന്യായീകരിച്ച് നല്ലതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോഴേക്ക് ഇവിടെ എന്ത് സംഭവിക്കാനാ? അപ്പോഴേക്ക് എന്ത് സംഭവിക്കാനാ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമം സ്വന്തം ബാപ്പന്റെ ജ്യേഷ്ഠന്റെ മകളെ നോക്കാൻ പാടില്ല, സ്വന്തം ബാപ്പന്റെ അനുജന്റെ മകളെ നോക്കാൻ പാടില്ല, സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകളെ നോക്കാൻ പാടില്ല, സ്വന്തം ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയുടെ മകളെ നോക്കാൻ പാടില്ല. ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയെ നോക്കുക, അനുജത്തിയെ നോക്കുക, ഉപ്പന്റെ പെങ്ങളെ നോക്കാം. പക്ഷേ അവരുടെ പെൺകുട്ടികളെ നോക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്തിലധികം പറയണോ? സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യനെ നോക്കൽ അനുവദനീയം അല്ല, സ്വന്തം അനുജന്റെ ഭാര്യനെ നോക്കൽ അനുവദനീയം അല്ല. ഇത് പറയുമ്പോ മുസ്ലിയാരെ അതൊക്കെ എങ്ങനെയാ അംഗീകരിക്കാൻ കഴിയല്? അങ്ങനെ ഒരു വീട്ടിലൊക്കെ ജീവിക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ സ്വന്തത്തിലെ ന്യായം കാണുകയാണ്, സ്വന്തത്തിലാ തിന്മയെ പതുക്കെ തിന്മയല്ലാതെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്നും ജീവിക്കുന്നവരുണ്ടല്ലോ, സ്വന്തം ചേട്ടന്റെ ഭാര്യനെ അവർ നോക്കാറില്ല, അനുജന്റെ ഭാര്യനെ അവർ നോക്കാറില്ല. അങ്ങനെ ഈമാനോടെ ജീവിക്കുന്ന ഒരുപാട് മുത്തഖീങ്ങളുണ്ടല്ലോ. അത്തരം നല്ല വിശ്വാസികളെ പട്ടികയിൽ ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാഹ്. എന്നാൽ ഈമാൻ തകരാറിലാക്കാൻ വേണ്ടി ഇബ്ലീസ് മനസ്സിലിട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യനാണ്, സ്വന്തം അനുജന്റെ ഭാര്യനെ കണ്ടാലെന്ത് തോന്നാനാണ്, സ്വന്തം ചേട്ടന്റെ ഭാര്യനെ കണ്ടാലെന്ത് തോന്നാനാണ്. ഇങ്ങനെ തുടങ്ങിയുള്ള ന്യായങ്ങൾ മനസ്സിലേക്ക് വന്നിട്ട് ദീനിന്റെ നിയമങ്ങളെ കൊച്ചാക്കി കാണുന്ന ചിന്തയില്ലാത്തവരില്ലേ, ആലോചനയില്ലാത്തവരില്ലേ. ഒന്നുകൂടി പറയട്ടെ, സ്വർണം എന്ന് പറയുന്നത് അത് കച്ചവടം ചെയ്യുമ്പോൾ റൊക്കം കേശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു സാധനമാണ്. നാട്ടില് സ്വർണ്ണില്ലേ? ഇല്ലേ? ഒന്നും സ്വർണ്ണം അറിയാത്ത പോലെ സ്വർണ്ണില്ലേ? നിങ്ങൾ ദഹബ് എന്നാന്നല്ലേ പറയാ? അല്ല, ഇംഗ്ലീഷ് ആരാ ഗോൾഡ് എന്നാ പറയാ? സ്വർണ്ണില്ലേ? നിങ്ങളൊക്കെ എവിടെയോ പോയോ? അവിടെ ഇല്ലേ സ്വർണ്ണില്ലേ നിങ്ങളെ നാട്ടിൽ? ആ ഉണ്ട്, സ്വർണം. ആ സ്വർണം കച്ചവടം ചെയ്യുമ്പോ റൊക്കം ക്യാഷ് കൊടുക്കണം എന്നാണ് ദീനിന്റെ നിയമം. എന്ത് പറഞ്ഞ റൊക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇല്ലേ? എന്റെ ഭാഷ മനസ്സിലാകുന്നില്ലേ? ആ ഉണ്ട്, റൊക്കം ക്യാഷ് കൊടുക്കണം എന്നാണ് ദീനിന്റെ നിയമം. എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ പോയി സ്വർണം വാങ്ങുകയാണെങ്കിൽ കച്ചവടം ചെയ്തിട്ട് 6 മാസത്തിനുള്ളിൽ അടച്ചു തീർക്കാന്ന് പറയാനല്ല. അല്ലെങ്കിലോ 2 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം ഉണ്ടാവും, ഇന്നെ പൈസ കൊടുത്തിട്ട് അന്ന് ഇന്നത്തെ പൈസക്ക് പൊന്നു തരാന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ തുടങ്ങിയുള്ള വലിയ പരിപാടികളുണ്ട്, സ്വർണം കൊണ്ട് കളിക്കുന്ന പരിപാടികൾ. സ്വർണം റൊക്കം മാത്രം വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ചിലപ്പോ ചില ആളുകൾക്ക് തോന്നും അപ്പൊ എന്ത് സംഭവിക്കാനാ? അങ്ങനെയാണ് നമ്മളെ മനസ്സിൽ ഇബ്ലീസ് ഇട്ടിരുന്ന ന്യായങ്ങൾ, തെറ്റുകളെ ന്യായീകരിക്കാനുള്ള ന്യായങ്ങൾ. അപ്പൊ മനസ്സിൽ തോന്നുന്നത് സ്വർണം ഇപ്പൊ വാങ്ങി അത് 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ വാങ്ങുമ്പോഴേക്കും ഇവിടെ എന്ത് വരാനാ? അപ്പോഴേക്ക് പലിശ വരും. ഇതെന്ത് നിയമമാണ് അല്ലേ? അങ്ങനെയൊന്നും അമ്മാവത്താതെ പിടികൂടില്ല. അപ്പൊ നല്ല പഠിച്ചവരെ പറ്റി ഭയങ്കര ധാരണയാണ്. അങ്ങനെയൊന്നും പഠിച്ചോ പിടികൂടില്ല. പക്ഷേയായി പഠിപ്പിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും നമ്മൾ അള്ളാനെ പറ്റി നല്ലതെങ്കിൽ വിചാരിച്ചിട്ട് അള്ളാന്റെ നിയമങ്ങൾ മാറ്റിക്കളയാ. അള്ള തീരെ ഒരു വിവരവും ഇല്ലാത്ത മനസ്സിലാകാത്ത ആള് നീ ഒരു ഭയങ്കര ബുദ്ധിമാനും അങ്ങനെ വിചാരിക്കരുത്. അതുപോലെ പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങുമ്പോ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. പഴയ സ്വർണം കച്ചവടം ചെയ്യുന്ന സമയത്ത് പഴയ സ്വർണം കൊടുത്ത് ക്യാഷ് വാങ്ങി എന്നിട്ട് പിന്നെ ക്യാഷിന് വാങ്ങണം പുതിയ സ്വർണം. കാരണം പഴയ സ്വർണത്തിനാകുമ്പോ അവർ ഒരേ വില തരില്ല. അപ്പൊ അങ്ങനെ തുടങ്ങി ശ്രദ്ധിക്കേണ്ട ഒരുപാട് ദീനിന്റെ നിയമങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത്തരം നിയമങ്ങൾ ചില സ്വർണ്ണക്കടയിൽ പോയിട്ട് ചെയ്യുമ്പോ അവിടെയുള്ള ആളുകൾ പറയും ഇങ്ങനെയൊന്നും ഇവിടുന്ന് ഒരു മുസ്ലിം ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ.
അതൊന്നും അത്ര സാരില്ലാന്നല്ലോ പറയല്ലേ. നിങ്ങളെന്തിനാ ഇത്ര കടുപ്പം കൂട്ടുന്നത്? നിങ്ങളെന്തിനാണ് ഇത്ര കടുപ്പം കൂട്ടുന്നത്? ഞാൻ എന്റെ വകയിൽ ഉണ്ടാക്കിയ നിയമം പോലെയാണ് അവരൊക്കെ തോന്നലി. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, എന്താ കാരണം? ദീനിന്റെ നിയമത്തിന് വില കൽപ്പിക്കുന്നവർ കുറഞ്ഞുപോയി. ദീനിന്റെ നിയമങ്ങളെ ന്യായീകരണങ്ങൾ കൊണ്ടും ഇത്തരം തൊണ്ട ന്യായങ്ങൾ കൊണ്ടും ജനങ്ങളുടെ പച്ചയായി ചീന്താൻ തുടങ്ങി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്നോട് നിങ്ങളോട് പറയുന്നത്, ഓ മനുഷ്യ, ശരീരത്തിന്റെ ഇത്തരം നിച്ചകളോട് സമരം ചെയ്യാൻ കഴിയുന്നവനാരോ, പ്രതിരോധം നിൽക്കാൻ കഴിയുന്നവനാരോ, അവനാണ് യഥാർത്ഥത്തിലുള്ള മുജാഹിദ്, അവനാണ് യഥാർത്ഥത്തിലുള്ള മുഹാജിർ. ഔലിയാക്കളെ അംഗീകരിക്കാത്ത മുജാഹിദല്ല. അങ്ങനെയുണ്ടല്ലോ തിരൂര് പൊന്ന് എന്ന് പറയുന്ന ചില പൊന്നുകൾ, അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് വിചാരിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടിട്ട് ഒറിജിനലാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. പേര് നല്ലതായതുകൊണ്ട് ആള് നല്ലതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. തിരൂര് പൊന്ന് എന്ന് പറഞ്ഞിട്ട് ചില പൊന്ന് കാണാം 300 രൂപയ്ക്കോ 400 രൂപയ്ക്കൊക്കെ കിട്ടും. അത് പൊന്നാണ് എന്ന് വിചാരിച്ചിട്ട് സ്വർണ്ണക്കടയിൽ പോയി വിറ്റാൽ അന്നത്തെ പവനിന്റെ വില കിട്ടൂല്ല. പേര് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. യഥാർത്ഥത്തിൽ പരിചയം ചെയ്യുന്നവർ, ശരിയായ നിലക്ക് വിജയം കൈവരിക്കുന്നവർ, അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവനാണ്. ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ബഹുമാനമുള്ളവൻ അവന്റെ ജീവിതത്തിൽ തിന്മകളോട് സമരം ചെയ്ത് ജീവിക്കുന്നവനാണ്. അതായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വതർക്കു ശഹവാത്ത് ലാ യഖ്ദിറു അലൈഹി ഇല്ല സിദ്ദീഖൂൻ. മഹാന്മാരായ സിദ്ദീഖീങ്ങൾക്കല്ലാതെ, അല്ലാഹു ബഹുമാനിച്ച മഹാന്മാർക്കല്ലാതെ ഒരിക്കലും അതേ തിന്മകൾ ജീവിതത്തിൽ കൈയൊഴിച്ച് വിജയം കൈവരിക്കാൻ കഴിയൂല. മോനെ, നീ മനസ്സിലാക്കി വെച്ചോ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്, മോനെ, നിന്റെ അവയവങ്ങൾ കൊണ്ട്, നീ നിന്റെ ശരീരം കൊണ്ട്, അല്ലാഹു തന്ന അവയവങ്ങൾ കൊണ്ട് നീ തെറ്റ് ചെയ്യുമ്പോ, വഹിയ നിഅമത്തും മിനല്ലാഹി അലൈക വഅമാനത്തുൽ ലദൈഹി. നിനക്ക് നല്ല ഓർമ്മ വേണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, إنما أنك إنما تعصي الله تعالى بجوارحك وهي نعمة من الله عليك وأمانة لديك. നിന്റെ അവയവങ്ങൾ കൊണ്ട് നീ അല്ലാഹുവിനോട് എതിരിയും ഒരു കാര്യം നിനക്ക് ഓർമ്മ വേണം. ആ അവയവങ്ങൾ തന്നതാരാണ്? ആ അവയവങ്ങൾ നിനക്ക് സൃഷ്ടിച്ച് തന്നതാരാണ്? ഓരോ സെക്കൻഡിലും നിന്റെ അവയവങ്ങൾക്ക് ഓരോ സെക്കൻഡിലും അതേ നിനക്ക് ആവശ്യമുള്ള ആരോഗ്യം തരുന്നവനാണ്. അവനാണ് അല്ലാഹ്. അവനോടാണ് നീ എതിര് ചെയ്യുന്നത് എന്നൊരു ബോധം നീ മറന്നു പോകണ്ട. അമാനത്തുൽ ലദൈക, അവയവങ്ങൾ നിന്റെ അടുക്കലേക്ക് തന്ന സൂക്ഷിപ്പ് സ്വത്താണ്. അതുകൊണ്ട് നീ റബ്ബിനോട് കരാറ് പാലിക്കാത്തവനാകാൻ പാടില്ല. فاستعانتك بنعمة الله تعالى على معصيته غاية الكفران. അല്ലാഹുവോട് നീ ദ്വാരക്കാണ്. എന്തിനാ നീ ദ്വാര ചെയ്യുന്നത്? ദീർഘായുസ് തരണേന്നാണ്, ആഫിയത്ത് തരണേന്നാണ്. അല്ലാഹ്, നീ എന്റെ കൈക്ക് ആരോഗ്യം തരണേന്നാണ്, എന്റെ മനസ്സിനെ നിലനിർത്തി തരണേന്നാണ്, എന്റെ കാലിന്റെ ആരോഗ്യം നിലനിർത്തി തരണേന്നാണ്, എന്റെ സർവ്വ ആരോഗ്യവും നീ നിലനിർത്തി തരണേന്നാണ്, ദീർഘായുസ് തരണേന്നാണ്. എന്തിനാ നീ ദുആ ചെയ്തത്? അല്ലാഹുവിന്റെ അവയവങ്ങൾ അല്ലാഹുക്ക് എതിര് ചെയ്യാൻ ഉപയോഗിക്കാനാണോ നിന്റെ ദീർഘായുസ്? അല്ലാഹുവിന്റെ അവയവങ്ങൾ കൊണ്ട് അല്ലാഹുക്ക് എതിര് ചെയ്യാനാണോ നിനക്ക് ആഫിയത്ത്? അല്ലാഹുവിന്റെ കൈ കൊണ്ട് ഹറാം പിടിക്കാനാണോ? അല്ലാഹുവിന്റെ കാല് കൊണ്ട് ഹറാമിലേക്ക് നടക്കാനാണോ? അല്ലാഹുവിന്റെ മനസ്സുകൊണ്ട് ഹറാം ചിന്തിക്കാനാണോ? അല്ലാഹുവിന്റെ കണ്ണുകൊണ്ട് ഹറാം നോക്കാനാണോ? അല്ലാഹുവിന്റെ കാതുകൊണ്ട് ഹറാം ശ്രവിക്കാനാണോ?
അങ്ങേയറ്റത്തെ നന്ദികേട് തന്നെ. അകലാടിലെ മഖാം ഉറൂസിന് വന്ന് നിങ്ങളെ നാട്ടുകാരൊരുക്കി വെച്ച നല്ല മൈക്ക് സെറ്റിന്റെ മുന്നിൽ, നിങ്ങളെ നാട്ടുകാരൊരുക്കി വെച്ച നല്ല സദസ്സിന്റെ മുന്നിൽ എത്രയോ കിലോമീറ്ററുകൾ ഓടി വന്ന ഈ മുതഅല്ലിം നിങ്ങളെ നാട്ടുകാരെ ഒന്ന് ആക്ഷേപിച്ച് സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാകും? നിങ്ങളെ നാട്ടുകാരെ ഞാനൊന്ന് കുറവാക്കി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊന്ന് മോശമാക്കി ചിത്രീകരിച്ചാൽ എങ്ങനെ ഉണ്ടാകും? കമ്മിറ്റിക്കാരും മൈക്ക് തിരിച്ചു വാങ്ങൂലേ? നിങ്ങൾ എന്നോട് ഇറങ്ങാൻ പറയൂലേ? വന്ന വഴിക്ക് പോകാൻ പറയൂലേ? ചിലപ്പോൾ അതിനേക്കാൾ കടുപ്പുള്ള നാട്ടുകാരാണെങ്കിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടോന്ന് ഞാൻ നോക്കി നടക്കേണ്ട ഒരവസ്ഥയാകൂലേ? എന്താ കാരണം? ഇഷ്ടപ്പെടാത്തത് പറഞ്ഞതാണല്ലേ, ഇഷ്ടപ്പെടാത്തത് ചെയ്തതാണ് അല്ലേ? നിങ്ങൾ തന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരുക്കി വെച്ച മജ്‌ലിസിൽ വന്ന് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് പറയുമ്പോ നിങ്ങൾ നിർത്തും മുസ്ലിയാരെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിർത്താൻ പറയല്ല, ഞാൻ ഇനിയും പറയട്ടെ. ആ മുസ്ലിയാരോട് വെറുപ്പ് പിടിക്കാൻ പിന്നെ എവിടെയെങ്കിലും പോകണോ? നിങ്ങളെ നാട്ടിലേക്ക് നല്ല ഖതീബായി വന്ന സേവനത്തിന് വന്നൊരു ഉസ്താദ്, നിങ്ങളെ നാട്ടിലേക്ക് നല്ല സേവനം ചെയ്യാൻ വന്നൊരു മുഅദ്ദിൻ, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്യുമ്പോൾ കമ്മിറ്റിക്കാര് തീരുമാനമെടുക്കുമ്പോ കോടതിയിൽ പോയ മുസ്ലിയാരാണെങ്കിൽ, അതിനെതിരെ വഖഫ് ബോർഡിൽ പോയ മുസ്ലിയാരാണെങ്കിൽ അയാളോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വെറുപ്പെത്രയാ. ഞാൻ മുസ്ലിയാരെ ഉദാഹരണം പറഞ്ഞ് ഞാൻ പിന്നെ അതിൽ പെട്ടാളാണല്ലോ. വേറൊരു ടീമിനെ പറഞ്ഞിട്ട് കംപ്ലൈന്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈമാനുള്ള വിശ്വാസികളും അങ്ങനെ നമുക്ക് വിഷമം തോന്നാറുണ്ടെങ്കിൽ അല്ലാഹു തന്ന ആരോഗ്യം ഉപയോഗിച്ച്, അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട്, അല്ലാഹു തന്ന നിഅമത്ത് ഉപയോഗിച്ച് അവനോട് എതിര് ചെയ്യുകയും ആ അല്ലാഹുവോട് തന്നെ ദ്വാരക്കെ നീയേട്. അല്ലാഹ് തെറ്റിയുന്ന എനിക്ക് ഇനിയും ദീർഘായുസ് തരണോ, തെറ്റിയുന്ന എനിക്ക് ഇനിയും ആരോഗ്യം തരണോ, ഇനിയും ഒരുപാട് കാലം തെറ്റിയണം എന്ന് ആഗ്രഹിച്ച് നീ ദുആ ചെയ്താൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആയത്തുൽ കുഫറാ, അങ്ങേയറ്റത്തെ നന്ദികേടല്ലയോ. വഖിയാനതുക ഫീ അമാനതിൽ അബ്ദക അല്ലാഹു ആയത്തു തുഗ്യാൻ. ആ റബ്ബ് നിന്റെ കയ്യിലേക്ക് അമാനത്തായി തന്ന ആരോഗ്യം, ആ റബ്ബ് നിന്നിലേക്ക് അമാനത്തായി തന്ന ബുദ്ധി, അല്ലാഹു തന്ന അതുപോലെയുള്ള നിഅമത്തുകൾ അവൻ ഇഷ്ടപ്പെടാത്ത വഴിയിൽ നീ ചെലവഴിക്കുന്നത് ആ റബ്ബിനോടുള്ള വഞ്ചനയല്ലയോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ അവയവങ്ങൾ അത് നിന്റെ ശരീരത്തിലേക്ക് തന്നത് എന്തിനാണ്? നിനക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾക്ക് ചെലവഴിക്കാനാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കാനാണ്, റബ്ബിന്റെ പൊരുത്തം അതുകൊണ്ട് കരസ്ഥമാക്കാനാണ്. അത് തന്നെയല്ലേ ഔലിയാക്കള് ചെയ്തത്, അത് തന്നെയല്ലേ ഔലിയാക്കള് ചിന്തിച്ചത്, അത് തന്നെയല്ലേ ഔലിയാക്കള് പ്രവർത്തിച്ചത്, മഹാന്മാരായ സ്വാലിഹീങ്ങൾ ചിന്തിച്ചത്. അവര് ചിന്തിച്ചത് എന്താണ്? എന്നെ പഠിച്ചത് ദുനിയാവുണ്ടാക്കാനല്ല, എന്നെ സൃഷ്ടിച്ചത് ദുനിയാവിൽ ജോറാകാനല്ല, ദുനിയാവിൽ ഒരുപാട് സമ്പാദിക്കാനല്ല. ഇത് താൽക്കാലികമായ വഴിയാത്രയാണ്. നിലനിൽക്കുന്ന ജീവിതം ആഖിറത്തിലെ ജീവിതമാണ്, പാരത്രിക ലോകത്തെ ജീവിതമാണ്. അവിടെയാണല്ലോ എനിക്ക് വഴി കിട്ടേണ്ടത്, അവിടെയാണല്ലോ എനിക്ക് വിജയം കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തെ ജീവിതത്തിന് അവര് വില കൽപ്പിച്ചതേ ഇല്ല, അവര് വില കൊടുത്തതേ ഇല്ല, അവരതിന് വില കൽപ്പിച്ചതേ ഇല്ല. മറിച്ച് അവര് പറഞ്ഞതെന്താണ് അറിയോ? ഇന്ന ദുനിയാ ജീഫതുൽ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ മാറിയതാണ് കേട്ടോ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ നാറ്റമുള്ളതാണ് കേട്ടോ. അത് നിലനിൽക്കുന്നതല്ല. താൽക്കാലികമായുള്ള പളവളപ്പ് കണ്ടിട്ട്, താൽക്കാലികമായുള്ള തിളക്കം കണ്ടിട്ട്, താൽക്കാലികമായുള്ള സന്തോഷം കണ്ടിട്ട് എന്നും സന്തോഷിക്കാനുള്ളതാണ്, എന്നും സുഖിക്കാനുള്ളതാണ്, എന്നും ജീവിക്കാനുള്ളതാണ്. ഈ നിലക്ക് നിന്റെ മനസ്സിൽ ചിന്ത വന്നു പോയോ? ഇത് മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾ
പരിചയപ്പെടുത്തി തരേണ്ടതില്ലല്ലോ. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം പറയേണ്ട പണ്ഡിതൻ ആ നബവി ഇമാം തങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അതിനേക്കാൾ പ്രബലമായ ഒരു അഭിപ്രായം പറയാൻ ഷാഫി മദ്ഹബിലെ മറ്റൊരാളില്ല. മുഅ്തമദായ അഭിപ്രായം മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് ഷാഫി മദ്ഹബിൽ. ആ നിലയ്ക്ക് ഷാഫി മദ്ഹബിൽ വലിയ ബഹുമാനമുള്ള നേതാവല്ലേ ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ നബവി ഇമാം തങ്ങളെ തൊപ്പി കട്ടെടുത്ത് പോയ കള്ളൻ, ആ കള്ളനെ എന്താ ഇമാം നബവി റളിയല്ലാഹു അൻഹു ചെയ്തത്? കേസ് കൊടുക്കാൻ പോയതാണോ? അല്ല. നബവി ഇമാം റളിയല്ലാഹു അൻഹു അതിനെതിരെ അവന്റെ പിന്നാലെ ഓടുകയാണോ? അല്ല. അവനതിനെതിരെ പിടികൂടാൻ അടുത്ത നാട്ടുകാരെ വിളിച്ച് പറയാണോ? അല്ല. അവനെ ശിക്ഷിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുകയാണോ? അല്ല. നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പി കണ്ടുപോയപ്പോ മഹാനായ നബവി ഇമാം റളിയല്ലാഹു അൻഹു കള്ളന്റെ പിന്നാലെ ഓടി. എന്തിനാ ഓടിയത് എന്നറിയോ? ഓനെ ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് പോയിക്കോ. എന്താ ഞാൻ പറയുന്നത് എന്ന് കേട്ടിട്ട് പോയിക്കോ. നീ എന്റെ തൊപ്പി കട്ടെടുത്തവനല്ലേ, ഞാൻ നിനക്കത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. അത് കേട്ടിട്ട് പോയാ കളവ് നടത്തിയ നീ അള്ളാന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകൂല, അള്ളാന്റെ ആഹാരത്തിൽ കുടുങ്ങിപ്പോകൂല. ഭൗതിക ലോകത്തെ താൽക്കാലികമായി സുഖത്തിലൊരു തൊപ്പി കൊണ്ടുപോയി നീ ആ തൊപ്പിയുടെ പേരിൽ ആഹാരത്തിൽ കുടുങ്ങിപ്പോയിക്കൂടാ. കളവന്റെ പിന്നാലെ ഓടിയിട്ട് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവനെ ഞാൻ നിനക്കത് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഭൗതിക ലോകത്തിന് വില കൽപ്പിച്ചതേ ഇല്ല. നിങ്ങൾ നോക്കിക്കോ, മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ, അഹ്മദുൽ കബീർ റിഫാഇ, അഹ്മദുൽ കബീർ റിഫാഇ അല്ലാഹു സുബ്ഹാനഹു ലദീദ്. മഹാനവരുടെ ചരിത്രത്തിലും കാണാം ഇതുപോലൊരു സംഭവം. ആ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്ന് ഒരു കള്ളൻ കളവ് നടത്തി. കളവ് നടത്തിയത് എവിടുന്നാണ്? അവിടുത്തെ വീട്ടിന്റെ മറ്റൊരു ഭാഗത്ത് വെച്ചാണ് കളവ് നടത്തിയത്. അവിടെ കുറച്ച് സാധനങ്ങൾ. അപ്പൊ ഈ കള്ളൻ കട്ടെടുക്കുന്നത് കണ്ടപ്പോ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മോനെ അവിടുന്നല്ല കക്കണ്ടത്, അതിന്റെ ഉള്ളിലാണ് കുറെ സാധനങ്ങൾ. അവിടുന്ന് ഇവിടെ കുറച്ചേ സാധനങ്ങളുള്ളൂ, അവിടെയാ കൂടുതലുള്ളത്. അവിടുന്ന് ആരായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവനിക്ക് എടുക്കാൻ ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം അഹ്മദുൽ കബീർ റിഫാഇ ഇതിനൊരു വിലയും കൽപ്പിച്ചിട്ടില്ല. ഈ കക്കാമെന്ന മനുഷ്യൻ അവിടുന്ന് മുഴുവൻ സാധനങ്ങളും ഒരുമിച്ച് കൂട്ടിയപ്പോ ആ കൊറ്റക്കെടുത്തു വെക്കാൻ കഴിയുന്നില്ല. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു സ്വന്തം സാധനം പിടിച്ചു കൊടുത്തിട്ട് തലയിലേക്ക് എടുത്തു വെച്ചു കൊടുത്തു. മുസ്ലിയാരെ അത് ചിലപ്പോ പഴയ സാധനമായിരിക്കും അല്ലേ? അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അത് പഴയ സാധനമായിരിക്കും. അല്ല, ദുനിയാവിനെ അവരൊരു വിലയും കേൾപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ കാണിച്ചു കൊടുത്ത് കേൾപ്പിക്കുകയാണ്. അപ്പൊ ഇയാൾ എടുത്തിട്ട് തലയിൽ വെച്ച് കൊടുത്തു. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു തലയിൽ വെച്ച് കൊടുത്തപ്പോ ഇയാൾ ഇതെടുത്ത് പോകുമ്പോ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു വിചാരിക്കുകയാണ്, പടച്ചറപ്പേ ഇത്രയും സാധനം എടുത്തിട്ട് ആരുമില്ലാത്ത ഈ പുലർച്ചെ സമയത്ത് ഇയാള് പോയാൽ നാട്ടിലാരെങ്കിലും കണ്ടാ കള്ളനാണെന്ന് പറഞ്ഞ് പിടിച്ചടിച്ചു കളയും. പാവത്തിന് അടി കിട്ടും. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അയാളെ പിന്നാലെ പോയി. ആ നാട് കഴിയുന്നത് വരെ പോയി. നാട് കഴിഞ്ഞപ്പോ പറഞ്ഞു, മോനെ ഞാൻ എന്തിനാ വന്നത് എന്നറിയോ? ഏതെങ്കിലും നാട്ടുകാർ ഈ സാധനം അറിയുന്നവർ എന്റെ സാധനം കട്ടതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ അടിച്ചിട്ട് നിങ്ങൾക്ക് അടി കിട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. കള്ളന് കാവല് കിട്ടാ നാട് കഴിയുന്നത് വരെ കാവല് തൊട്ടിട്ട് പറയുന്നു, മോനെ പോയിക്കോ, മുഴുവൻ പൊരുത്താണ് കേട്ടോ. എന്റെ ഈമാനുള്ള വിശ്വാസികള്, അതാണ് അവര് ദുനിയാവിന് വില കൽപ്പിച്ചിട്ടില്ല. ദുനിയാവിനവര് വില കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ എത്ര സുഖമുള്ള സാധനം ഉണ്ടായാലും എത്ര സുഖകരമായ ജീവിതം കിട്ടിയാലും അത് നിലനിൽക്കൂല. ഇത് താൽക്കാലികമാണ്. ഏത് സമയത്തും റബ്ബ് ചോദിച്ചാൽ കൊടുക്കാനുള്ളതല്ലാതെ ഒന്നും എന്റെ കയ്യിൽ പറയാനില്ല, നിങ്ങളുടെ കയ്യിൽ പറയാനില്ല. അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടാ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞതെന്താ? എനിക്ക് ഒരുപാട് അധികാരങ്ങളും സൗകര്യങ്ങളും റബ്ബ് തന്നല്ലോ. ആ റബ്ബ് അനിഷ്കുർലി, ആ
ഇതെനിക്കുള്ള പരീക്ഷയാണ്. ഞാൻ വിജയിച്ചവരുടെ കൂട്ടത്തിലാണോ അല്ല പരാജയം സംഭവിച്ചവരുടെ കൂട്ടത്തിലാണോ? ഈ പരീക്ഷയാണ് അവന്റെ വയത് കേൾക്കാൻ വന്ന ഉപ്പമാര്, വയത് കേൾക്കാൻ വന്ന ചെറുപ്പക്കാര്, വയത് കേൾക്കാൻ വന്ന പെങ്ങന്മാര്, വയത് കേൾക്കാൻ വന്ന ഉമ്മമാര്. അള്ളാന്റെ ദീനിന്റെ നിയമങ്ങള് അത് സാരമില്ല, ഇത് സാരമില്ല, അത് കുഴപ്പമില്ല. അവനോട് ഞാൻ സംസാരിച്ചാൽ എന്ത് വരാന്? അവൻ എന്നെപ്പോ കാണുന്നവനല്ലേ, ഓനോട് കിന്നാരം പറഞ്ഞാൽ എന്ത് വരാന്? അവളോട് ഞാൻ സംസാരിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കാന്? ഹറാമിനെ ചെറുതായി കാണുന്ന സ്വഭാവമില്ല. ഞാൻ തൽക്കാലം മൊബൈൽ ആരും അറിയാതെ ചാറ്റ് ചെയ്യുമ്പോഴേക്ക് ഇവിടെ എന്ത് സംഭവിക്കാനാണ് ചിന്തിച്ചിട്ട് ഹറാമിനെ കൊച്ചാക്കി കാണുന്നവനില്ലേ? അവന്റെ അധീനതയിലുള്ളവന്റെ കൈകാലുകളെ കുറിച്ച്, അവന്റെ നാവിനെ കുറിച്ച്, അവന്റെ ഓരോ അവയവങ്ങളെ കുറിച്ച് ചോദ്യമുണ്ടെന്ന കാര്യം മറന്നു പോകണ്ട. ഓ മനുഷ്യ, നിന്റെ കൈകാലികൾ ചെയ്ത കാലുകളിലെ പ്രവർത്തനങ്ങൾ, നിന്റെ അവയവങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, നിന്റെ നാവ് ചെയ്ത വാക്കുകൾ, നീ പറഞ്ഞ സംസാരങ്ങൾ, നിന്റെ കൈ ചെയ്ത പ്രവർത്തനങ്ങൾ, കാല് ചെയ്ത പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അവനിക്കെതിരെ അള്ളാന്റെ കോടതിയിൽ സാക്ഷി നിൽക്കുന്നൊരു ലോകം ഇനി വരാനില്ലയോ? ആ ദിവസത്തേക്ക് പോകുന്നതിന്റെ മുമ്പ് ഈ പാവപ്പെട്ട മുത്തലിനി ഇന്നിവിടെ വന്ന് പ്രസംഗിക്കുമ്പോ നിങ്ങളെ നാട്ടുകാരൊക്കെ നോട്ടീസ് അടിച്ചിട്ടാ കൊണ്ടുവന്നത്, നോട്ടീസിൽ പേര് കൊടുത്തിട്ടാ വിളിച്ചു വരുത്തിയത്, അങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ വന്നത്. അതുപോലെ മുത്തനൂര് തങ്ങളവറുകളെ വരാനുണ്ട്, തങ്ങളവറുകൾ വരുമെന്ന് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനും തങ്ങളെ ബഹുമാനിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാരും തങ്ങള് വരും, തങ്ങള് വരുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വലിയ വലിയ സ്വാഗതങ്ങളൊക്കെ കിട്ടിയിട്ട് പോകാനുള്ള സ്ഥലമാണോ അള്ളാന്റെ ഖബറ്? മോനെ അസ്റായീൽ ഇന്നുവരെ വിളിച്ചിട്ട് എന്നോട് ഡേറ്റ് ചോദിച്ചിട്ടില്ല, നിങ്ങളോട് ഡേറ്റ് ചോദിച്ചിട്ടില്ല, ചോദിക്കാനുമില്ല. പ്രായത്തിന് പരിധി പറയാനുണ്ടോ? ഇല്ല. ആരോഗ്യത്തിന്റെ കടുപ്പം നോക്കിയിട്ട് പറയാനുണ്ടോ? ഇല്ല. ഈ പാവപ്പെട്ടവന്റെ മുതലിന്റെ കൂടെ 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന അബൂ തുർക്കി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ശുഹദാക്കളിൽ പെടുത്തണം റഹ്മാനെ. ആ അബൂ തുർക്കി എവിടെയാണ്? ഇന്ന് ഖബറിലാണ്. ഞങ്ങളെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അബൂ തുർക്കിക്ക് ഒരു രോഗം പറയാനില്ല, ഒരു വ്യസനം പറയാനില്ല, നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞ് ഞാൻ കുട്ടിയായിട്ട് സിറാജുൽ ഹുദയിലേക്ക് ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ പഠനം നടത്താൻ വേണ്ടി പോയപ്പോഴാണ് അബൂ തുർക്കി ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അബൂ തുർക്കിയുടെ ആരോഗ്യത്തിന് കുറവില്ലായിരുന്നു, പ്രായം കുറെ പറയാനില്ലായിരുന്നു. ആ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ തന്നെ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ കൂടെ ഇരുന്ന് പഠിച്ചിരുന്ന സയദിന്റെ മരണം സംഭവിച്ചപ്പോൾ സയദിന്റെ ഖബറിലേക്ക് സയദിനെ ഞങ്ങളവിടെ ഒത്തുചേർന്ന് പോയി. നിങ്ങളൊക്കെ ഈ പാവപ്പെട്ട മുതല്ലിമിനെ അകലാടിൽ നടക്കുന്ന ഈ മഹാമുറൂസിലേക്ക് വിളിച്ചത് നിങ്ങൾക്ക് വയത് പറഞ്ഞു തരാനാണ്, പ്രസംഗിക്കാനാണ്, നിങ്ങളെ ഉപദേശിക്കാനാണ് എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. ഞാൻ അതിനർഹനല്ല. അല്ലാഹു എന്നെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. എന്റെ ഈമാനുള്ള വിശ്വാസികള്, നിങ്ങൾ വിളിച്ചത് വേദനയാണെങ്കിൽ, നിങ്ങൾ വിളിച്ചത് പ്രസംഗിക്കാനാണെങ്കിൽ അസ്റായീൽ ഇവിടെ വന്ന് എന്നെ വിളിച്ച് തിരിച്ചു കൊണ്ടുപോകുമോ? പറയാനുള്ള ഒരു ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഇതുവരെ ഒരാൾ വിളിച്ചിട്ട് അസ്റായീലിന്റെ സമയം വാങ്ങിയിട്ടില്ല. നാളെയാകാം, നല്ല പ്രായമായിട്ടാകാം, ഉപ്പാപ്പനെ പോലെ ആയിട്ടാകാം,
നിന്റെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചോ. ഏത് സമയത്തും വിളിച്ചാൽ പോകാനുള്ളവനല്ലാതെ, ഏത് സമയത്തും വിളിച്ചാൽ മടങ്ങാനുള്ളവനല്ലാതെ, ഏത് സമയത്തും വിളിച്ചാൽ തിരിച്ചു പോകാനുള്ളവനല്ലാതെ നമ്മളെ കൂട്ടത്തില് ഒരു മനുഷ്യനെയും പറയാനില്ല. ശിഷ്യന്മാര് മരിച്ചുപോയ ഉസ്താദ്മാർ ഈ സദസ്സിലില്ലേ? ഉസ്താദ്മാരെ ശിഷ്യന്മാര് കുറേയുണ്ട്. കൂട്ടത്തിലെ ചില ശിഷ്യന്മാര് മരിച്ചുപോയത് ഉസ്താദ്മാർക്ക് പറയാനില്ലേ? പാപ്പനെ ബാക്കി വെച്ച് മക്കള് മരിച്ചു പോയതില്ലേ? മക്കളെ ബാക്കി വെച്ച് ബാപ്പ മരിച്ചു പോയതില്ലേ? ഭർത്താവിനെ ബാക്കി വെച്ച് ഭാര്യ മരിച്ചു പോയതില്ലേ? ഭാര്യനെ ബാക്കി വെച്ച് ഭർത്താവ് മരിച്ചു പോയതില്ലേ? ആരാണ് ആദ്യമെന്ന് പറയാനറിയില്ല, ആരാണ് എവിടെ വെച്ചാണെന്ന് പറയാനറിയില്ല. ഏത് സമയത്തും വിളിച്ചാൽ പോകാൻ ഒരുങ്ങിയവൻ, എവിടെ വെച്ച് വിളിച്ചാലും പോകാൻ റെഡിയായിരുന്നവൻ, അവനല്ലയോ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ, അവനല്ലയോ യഥാർത്ഥത്തിൽ ചിന്തയുള്ളവൻ. അതുകൊണ്ടായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ നിന്റെ ജീവിതത്തിൽ നീ ജീവിക്കുമ്പോ അല്ലാഹു തന്ന ദൈവങ്ങളെ കൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്ത്, അവൻ പൊരുത്തപ്പെടാത്തത് ചെയ്ത്, അതിന്റെ പേരിൽ നിന്റെ കൈകാലുകളും നിന്റെ കതിയവയവങ്ങളും നിനക്കെതിരെ സാക്ഷി പറയുന്നൊരു ലോകം വരാനുണ്ട് മോനെ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അല്ലാഹുവിന്റെ ഖുർആൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഈ ആയത്ത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇവിടെ കൊണ്ടുവരുന്നു. മോനെ നിനക്ക് അല്ലാഹു തന്ന അവയവങ്ങൾ മുഴുവനും ആ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. اليوم نختم على أفواههم. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? വായ കുശിയിൽ വെച്ച് പോകുന്ന ദിവസമാണ്. നിന്റെ കൈകൾ സംസാരിക്കുന്ന ലോകമാണ്. നിന്റെ കാലുകൾ നിനക്കെതിരെ സാക്ഷി പറയുന്ന ലോകമാണ്. അവന്റെ മുഖം വെളുത്തുപോയി. ആരുടെ മുഖമാണ് അറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച സ്വാലിഹീങ്ങളുടെ മുഖമില്ലേ? റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ച മഹാന്മാരില്ലേ? അവരുടെ മുഖത്തിന് എന്തൊരു പ്രകാശമാണ്, അവരുടെ മുഖത്തെന്തൊരു സന്തോഷമാണ്, അവരുടെ മുഖത്തെന്തൊരു സമാധാനമാണ്. കാരണം അവരുടെ മടക്കയാത്ര എങ്ങോട്ടാണ്? അല്ലാഹുവിന്റെ പാരത്രിക ലോകത്താണ്. അവർക്കൊരുങ്ങി നിൽക്കുന്ന പാരത്രിക ലോകത്ത് സ്വർഗീയ ആരാമങ്ങൾ കാണുമ്പോ അവരുടെ മുഖം വെളുത്തുപോയി. അതേ സ്ഥാനത്ത് ജീവിതത്തിന്റെ സുഖലോലതയിൽ പല ന്യായങ്ങളും കണ്ടെത്തിയിട്ട് തെറ്റിയാനുള്ള വഴികൾ നോക്കിയവല്ല മുഖം അവിടെ എത്തുമ്പോ കറുത്തുപോയി. അമ്മ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആ ദിവസത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് മഹാനായ ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ്. അവിടുന്ന് പറയാണ് പോലെ അതുകൊണ്ട് ഫഹ്ഫദ് ജമീഅ ദാലിക ഫഹ്ഫദ് ജമീഅ ബദനിക വഖുസൂസൻ അഅദാഅക സബ്ആ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, അവിടെ എത്തിയിട്ട് മുഖം കറക്കാതിരിക്കണോ, അവിടെ എത്തിയിട്ട് മുഖം കറക്കാതിരിക്കണോ, അവിടെ എത്തിയിട്ട് ടെൻഷൻ ആകാതിരിക്കണോ, അവിടെ എത്തിയിട്ട് കുടുങ്ങിപ്പോയല്ലോ അല്ലാഹുവിന്റെ ചിന്ത വരാതിരിക്കണോ, അവിടെ എത്തിയിട്ട് പടച്ച റബ്ബേ തിരിച്ചു പോകാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു ഗതികേട് വരാതിരിക്കണോ. നീ സൂക്ഷിച്ചു അല്ലാഹുവിന്റെ കയ്യിലേക്ക് അമാനത്തായി ഏൽപ്പിച്ചു തന്ന അവയവങ്ങളില് ആ അവയവങ്ങളെ നീ സൂക്ഷിച്ച് ജീവിച്ചോ. പ്രത്യേകിച്ച് 7 അവയവങ്ങളില് ആ 7 അവയവങ്ങളെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ് മോനെ അല്ലാഹുവിന്റെ ഭയാനകരമായ നരകമില്ലേ? ഏത് തീയാണ് ഇവിടെ കത്തുന്നത്? ആ ഭയാനകരമായ നരകം. ആ നരകത്തിന് 7 കവാടങ്ങളാണ് മോനെ. ലികുല്ലി ബാബിൻ ജുസുഉം മഖ്സൂം. ആ 7 കവാടങ്ങളിലൂടെയും
നടക്കുന്ന ആളുകൾക്ക് 7 രൂപത്തിലുള്ള അതേ പ്രത്യേകതകളാണ്. 7 അവയവങ്ങളെ കൊണ്ട് തെറ്റിയുമ്പോ ആ അവയവങ്ങളെ കൊണ്ട് തെറ്റിയ ആളുകൾക്ക് പ്രത്യേകം ഏരിയകളാണ്, അവർക്ക് പ്രത്യേകം കവാടങ്ങളാണ്. അതുകൊണ്ട് വലായ إلا من عصى الله تعالى بهذه കവാടങ്ങളിലൂടെ നരകത്തിലേക്ക് എത്തുന്നവര് അകലാട് ഭാഗത്തൊന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ 10ാം ക്ലാസ് വരെ അവളെ പഠിപ്പിച്ചതാ. അവള് ഒരുങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അധ്യാപകന്മാരുണ്ട്. അതെങ്ങനെ എങ്ങനെ പുതിയുണ്ണിയുടെ കല്യാണത്തിന്റെ ദിവസം കല്യാണത്തിന് വീട്ടിൽ വന്നാൽ പുതിയുണ്ണിയെ കാണാൻ വേണ്ടി അധ്യാപകൻ രക്ഷിതാവിനോട് ബാപ്പനോട് അല്ലെങ്കിൽ അവരോട് പറയേണ്ടത് 10ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ച മോളൊന്ന് കാണട്ടെ എങ്ങനെയാ ഒരുങ്ങിയിട്ടുള്ളത്. അധ്യാപകനായതുകൊണ്ട് നോക്കല് ഹലാലാകൂലേ. അപ്പൊ ചില ആളുകൾ പറയും ഇതെന്ത് മതാണ്, ഇത് 1400 വർഷം മുമ്പുള്ളതാണ്, കുറച്ചൊക്കെ പുതുക്കേണ്ടതുണ്ട്. ഓ മുസ്ലിമായ മനുഷ്യ, ആ പുതുക്കലിന്റെ കടയാളങ്ങളാണ് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ? അതെ, ഇന്നത്തെ പത്രം എടുത്ത് നോക്കിക്കോളൂ. കേരളത്തിലാണെങ്കിൽ എന്തായാലും നിങ്ങൾ ധൈര്യത്തിൽ നോക്കിക്കോളൂ. ഒരു ബലാത്സംഗമില്ലാത്ത പത്രം കിട്ടാനില്ല. ഹറാമിന്റെ വഴികളൊക്കെ തുറന്നു കൊടുത്തു. ഹറാമിന്റെ വഴിയിൽ ഏത് തോന്നിവാസവും ചെയ്യുന്നത് അനുവദനീയമാണ്. അതേ സ്ഥാനത്ത് മതത്തിൽ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ചെയ്താൽ നിയമത്തിന് വിരുദ്ധാണെന്ന് പറയുന്ന കാലമല്ലേ. അതുകൊണ്ട് തന്നെ ഹറാമിൽ ഒരു പകയും കാണാനില്ല, ഒരു കുറവ് കാണാനില്ല. അതിനെന്താ ന്യായം പറയാനുള്ളത്? ഞാൻ പഠിപ്പിച്ച കുട്ടീനെ കണ്ടായെന്ന് തോന്നാനാ? അങ്ങനെ തോന്നിയിട്ടല്ലേ ബലാത്സംഗം ചെയ്തത് സ്കൂളിൽ? അതേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ അധ്യാപകൻ ബലാത്സംഗം ചെയ്തു. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഒരാൾക്കനുസരിച്ച് ഇവിടെ നിയമം ഉണ്ടാക്കാൻ പറ്റൂല. മനുഷ്യകുലത്തിൽ ഒന്നിച്ചാണ് നിയമം. നിയമത്തിൽ മാറ്റമില്ല. എനിക്ക് വേണ്ടാത്ത ചിന്തയൊന്നും അങ്ങനെ കുട്ടികളെ കാണുന്നുണ്ടാകൂല. മുസ്ലിയാരെ ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. വികാരം കൂടി ഉണ്ടെങ്കിലോ ഹറാമിന്റെ കടുപ്പം കൂടി പോയി. ഭാര്യയല്ലാത്ത ഏത് പെണ്ണിനെയും എന്റെ മനസ്സുകൊണ്ട് നോക്കുമ്പോ, കണ്ടുകൊണ്ട് നോക്കുമ്പോ വികാരം തോന്നുന്നുണ്ടോ? നോക്കുന്നതിന്റെ വിധി ഹറാമാണ്. സ്വന്തം ഉമ്മാന്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് ഒരാൾക്ക് വല്ലാണ്ട് ഇങ്ങനെ വികാരം വരികയാണ്. ഉമ്മാന്റെ മുഖത്ത് നോക്കലും ഹറാമ് തന്നെ. ഉമ്മാന്റെ മുഖത്ത് നോക്കലും സുന്നത്താണ്. ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മാനെ വ്യഭിചരിക്കണം എന്നുള്ളത് നിന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്ത വരുന്നുണ്ടോ? ഹറാമ് തന്നെ, സംശയിക്കേണ്ടതില്ല. ഹറാമിന്റെ ചിന്ത ഉണ്ടാകുന്നത് ബാത്റൂമിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും കാണുമ്പോഴാണോ? നോക്കലെ ഹറാമാണ്. ഹറാമായ വഴികളൊക്കെ മുഴുവൻ മടക്കുകയാണ് ഇസ്ലാം. അവിടെ നിന്റെ തൊണ്ട ന്യായങ്ങൾ കൊണ്ടോ, ഞാൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞതുകൊണ്ടോ, ഞാൻ 10 കൊല്ലം കണ്ടതാണ്. എന്റെ ബെഞ്ചിൽ തൊട്ടടുത്തിരുന്ന പെൺകുട്ടിയല്ലേ, അപ്പോൾ കണ്ടാലെന്ത് വരാനുണ്ട്? 10 കൊല്ലം ഞങ്ങൾ ഒന്നിച്ചു സ്കൂളിൽ ഇരുന്നതല്ലേ, എന്ത് സംഭവിക്കാനാണ് ഇത് ചോദിക്കുന്നത്? ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമമാണ് ഹറാമാണ്. അൻതൻദുറ ബിഹാ ഇലാ ഗൈരി മഹ്റമി. ആ കണ്ണിനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയോ? അല്ലാഹു ഹലാലാക്കി തന്ന മഹ്റമിനെ കല്ലാതെ നിന്റെ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. വഇലാ സൂറത്തിൻ മലീഹത്തിൻ ബിശഹവത്തി നഫ്സിൽ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, ഒരു രൂപത്തിലേക്ക് നോക്കുമ്പോൾ നിനക്ക് വികാരമുള്ളൂ, അതിലേക്ക് നോക്കലും പാടില്ലാത്തത്. കണ്ണാടിയിലൂടെ നോക്കിയാൽ തെറ്റില്ല എന്നല്ലേ മുസ്ലിയാരെ? കണ്ണാടിയിലൂടെ നോക്കിയാൽ പ്രതിബിംബമായതുകൊണ്ട് നോക്കിയാൽ തെറ്റില്ല എന്നല്ലേ മുസ്ലിയാരെ? അവൻ ടിവിയുടെ ഉള്ളിൽ കാണുന്ന ഔറത്ത് മറക്കാത്ത പെണ്ണിനെ നോക്കല് ഹലാലല്ലേ? സംശയിക്കേണ്ടതില്ല. നോക്കുമ്പോൾ വീണ്ടും വീണ്ടും നോക്കണം എന്ന് തോന്നുന്ന വിധത്തിലുള്ള നോട്ടമുണ്ടാക്കുന്ന സൂറത്തിലേക്ക്, രൂപത്തിലേക്ക് നോക്കലും മുസ്ലിം
മൂന്ന് കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കണമെന്നല്ലേ പറഞ്ഞത്. ഒന്ന് അന്യ പെണ്ണിലേക്ക്, അന്യ പുരുഷനിലേക്ക്, അന്യ പുരുഷന്റെ രൂപത്തിലേക്ക്, അന്യ സ്ത്രീയുടെ രൂപത്തിലേക്ക് കണ്ണിന് സുഖം കിട്ടുന്ന അത്തരം നോട്ടങ്ങളിൽ കണ്ണിനെ സൂക്ഷിക്കല്. രണ്ടാമത്തെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് അള്ളാനെ അറിയുന്നൊരു വിശ്വാസി, അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കുന്നൊരു മോമിന്, അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്നൊരു മുസ്ലിം, ആ മുസ്ലിമിനെ നിന്ദിച്ചു നോക്കല്, അവനെ ചെറുതായി കാണല്, അവനെ നിന്ദിക്കല്. ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് അല്ലേ, ഞാൻ പള്ളിയുടെ സെക്രട്ടറി അല്ലേ, ഞാൻ ഖജാൻജിയല്ലേ, ഞാൻ കമ്മിറ്റി ഭാരവാഹിയല്ലേ, അവനെങ്ങനെ ആ താഴ്ന്ന അവനെങ്ങനെയാണ് എന്റെ മുഖത്ത് നോക്കി പറയുന്നത്, അവനെ താഴ്ത്തി കെട്ടുന്ന ചില ഏടുകളില്ലേ, അവൻ നിങ്ങളെക്കാളും ചെറുതാണെന്ന് വിചാരിക്കുന്ന പരിപാടിയില്ലേ, അവനെക്കാളും വലിയ ആളാണ് നീ എന്ന് വിചാരിക്കുന്ന തോന്നലില്ലേ, ഞാനാണ് വലിയതെന്ന് തോന്നുന്ന തോന്നലില്ലേ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു ഔ തൻദുറ ബിഹാ ഇലാ മുസ്ലിമിൻ ബിഐനിൽ ഇഹ്തിഖാർ. വിശ്വാസിയെ നിന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെയോടെ നോക്കുന്ന നോട്ടമില്ലേ. ആരാണ് റബ്ബിന്റെ അടുക്കൽ വലുതെന്ന് പറയാൻ അറിയൂല, ആരാ അള്ളാന്റെ അടുക്കൽ സ്ഥാനമുള്ളതെന്ന് പറയാൻ അറിയൂല, ആരാ അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയെന്ന് പറയാൻ കഴിയൂല. നിനക്ക് റബ്ബിന്റെ അടുക്കൽ ആദരിക്കപ്പെട്ടവനാണ്, നിന്റെ നിന്നറിയിൽ പെട്ടുപോയാൽ അത് നിന്റെ ഈമാനിന് കേട് സംഭവിക്കാൻ വലിയ കാരണമായി പോയി. അതുകൊണ്ട് തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു വിശ്വാസിയും നിന്റെ കണ്ണുകൊണ്ട് നീ നിന്യതയോടെ നോക്കണ്ട. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ വലിയ ആളാണ് എന്ന് ഒരാൾക്കും ചിന്തിക്കാനുള്ള വകുപ്പില്ല. ഇവിടെ തികഞ്ഞവർ വരെ ഒരു കൂട്ടം ആളുകളെ ഉള്ളൂ. അവരല്ലാത്ത നമുക്ക് ആർക്കും തികഞ്ഞു എന്ന് പറയാനുള്ള അധികാരമില്ല. നമ്മളെ ജീവിതത്തിലും ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം, ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാകാം. റഹ്മത്ത് കൊണ്ട് മാപ്പ് തരട്ടെ. ഒരു മുസ്ലിമിനെയും ഇഹ്തിഖാറോടെ നോക്കാൻ പാടില്ല. ആരും തെറ്റൊന്നും സംഭവിക്കാത്തവരായിട്ടുണ്ടാകൂല. വേറൊരാളുടെ തെറ്റിനെ അതെങ്ങനെയുണ്ട് പരസ്യപ്പെടുത്താൻ ചിന്തിക്കുന്ന സ്വഭാവം, വേറൊരാളുടെ ഒരു പോരായ്മയെ എങ്ങനെയുണ്ട് പരസ്യപ്പെടുത്താൻ ചിന്തിക്കുന്ന സ്വഭാവം, വേറൊരാളുടെ പോരായ്മകളെ മറ്റുള്ളവരെ മുന്നിൽ പരസ്യപ്പെടുത്താൻ ചിന്തിക്കുന്ന സ്വഭാവം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു മറ്റൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായ അയ്ബ്, അവരെ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ, അത് വെളിപ്പെടുത്തുന്ന പരിപാടിയുണ്ടല്ലോ, അത് നീ കണ്ണിൽ നിന്ന് സൂക്ഷിച്ചോ. നിന്റെ കണ്ണിൽ വേറൊരാളെ ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു അയ്ബ് ശ്രദ്ധയിൽപ്പെട്ടുപോയി. അയാളെ ഉപദേശിക്കാം, അയാളെ നന്നാക്കാൻ ആവശ്യമായ നിലക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശിക്കാൻ അറിയില്ലെങ്കിൽ അയാളെ നിർദ്ദേശിക്കാനും ഉപദേശിക്കാനും പറ്റുന്ന ആളോട് ഉപദേശത്തിന് തേടാം. കവിഞ്ഞ അയാളെ ഒന്ന് ജനങ്ങളെ മുന്നിൽ അയ്ബാക്കണമെന്ന് വിചാരിച്ച് തെറ്റ് നീ പരസ്യപ്പെടുത്തിയാൽ നിന്റെ പേരിൽ നീ കുറ്റവാളിയായി പോയി. വേറൊരു മുസ്ലിമിന്റെ അയ്ബ് നീ പരസ്യപ്പെടുത്താൻ പോകരുത്. കേൾക്കാൻ പറഞ്ഞ ഈമാനുള്ള വിശ്വാസികളെ, കാലഘട്ടമാണ് നമ്മളെ കാലഘട്ടം. എങ്ങനെയുണ്ട് മറ്റുള്ളവരെ തെറ്റ് പരസ്യപ്പെടുത്താൻ, എങ്ങനെയുണ്ട് മറ്റുള്ളവരെ പോരായ്മകൾ എടുത്തു കാണിക്കാൻ, അത് വാട്സപ്പിലും അല്ലാതെയും എങ്ങനെയുണ്ട് പരസ്യപ്പെടുത്താൻ എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ മറ്റുള്ളവന്റെ പോരായ്മകളെ എടുത്തു പറയുന്ന സ്വഭാവം അത് തെറ്റാണ്. നീ കണ്ണിൽ നിന്ന് സൂക്ഷിക്കണേ. അതേ അടുത്തതെന്താണ്? കാതിനെ നീ സൂക്ഷിച്ചോ. വിദഅത്ത് കേൾക്കുന്നതിൽ നിന്ന് നിന്റെ കാതിനെ നീ അടച്ചു വെച്ചോ. ആനായ സയ്യിദുകൾ കടന്നു വരുന്നു. എന്റെ പ്രസംഗം വന്ന് നിർത്തുകയാണ്. അള്ളാഹുവിന്റെ സയ്യിദന്മാർക്ക് സദാത്തുകൾക്ക് അലിമികൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആഫിയത്ത്
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, നിന്റെ കാതിനെ നീ സൂക്ഷിക്കണം. ഒന്നാമതായി കാതിനെ സൂക്ഷിക്കേണ്ട എവിടുന്നാണ്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അൻതുസറിയ ബിഹാ ഇലൽ ബിദ്അതി അവിൽ ഗീബതി അവിൽ ഫഹ്ശി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ ആദ്യം കാതിനെ ശ്രദ്ധിക്കേണ്ടത് ബിദ്അത്തിൽ നിന്നാണ്. ബിദ്അത്തിൽ നിന്ന് കാതിനെ ആദ്യം ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യം പറയുന്നു എന്ന കൂട്ടത്തിൽ എന്റെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആദ്യം ബിദ്അത്തിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോ ചില ആളുകൾക്ക് തോന്നും, പുത്തൻവാദികളെ സദസ്സിൽ പോയിട്ട് എന്താ ഇവര് പറയുന്നതൊന്നും കേട്ടു നോക്കിയാലത്ത് വരാനാ അല്ലെ? അവര് പറയുന്നത് കേട്ടു നോക്കിയാലത്ത് വരാനായിട്ട് അവര് പറയുന്നത് കേൾക്കട്ടെ, നമ്മൾ തീരുമാനം പറയാം. വലിയ തീരുമാനം പറയുന്ന അറിവുള്ള ആളെ കണ്ടാൽ മതി. ഞാനും നിങ്ങളും അങ്ങനെ തീരുമാനം പറയാൻ പോയാൽ അവസാനം നമ്മളെ കാര്യത്തിൽ അന്നൊരു തീരുമാനം എടുക്കുമെന്നുള്ള ബോധം കോരണം. ഞമ്മക്ക് എന്താ അറിയാ? ഉദാഹരണം പറഞ്ഞാല് നിങ്ങൾ അകലാടിലേക്ക് ഞാൻ വന്നു, എനിക്കനി ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു മുതലിൽ വേണം, ഒരു വഴികാട്ടി വേണം, അല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് പോകണമെങ്കിൽ എനിക്ക് ഗൂഗിൾ വഴികാണിച്ചു തരണോ? അങ്ങനെ എന്തെങ്കിലും ഒരു വകുപ്പില്ലാതെ എനിക്ക് ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് എത്താനുള്ള വകുപ്പില്ല. എന്താ കാരണം? എനിക്ക് വഴി അറിയില്ല. വഴി അറിയാത്ത ഞാനൊന്ന് പോകും എന്ന നിനക്ക് പോയാലോ വൈദ്യുതിയിട്ട് കുറെ സമയമൊന്ന് പോകും. അപ്പൊ പിന്നെ ഞങ്ങളോട് വെറുപ്പിടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലേ? ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോ വഴി ഞങ്ങൾ കാണിച്ചു തന്നാൽ ഏറ്റവും എളുപ്പമുള്ള വഴിയിൽ പോകാം. അതേ സ്ഥാനത്ത് ഇല്ലാതെ പോയാലോ തെറ്റിപ്പോകും. ഇതുപോലെ ഏതെങ്കിലും പുത്തന്മാരികൾ അതിലെ പോട്ടെ ഇതിലെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വഴിയിലൊക്കെ കയറി ഇറങ്ങിയാൽ അവസാനം സ്വർഗത്തിലെത്തിപ്പെടലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യം കാതിനെ ശ്രദ്ധിക്കേണ്ടത് എവിടുന്നാണെന്ന് അറിയോ? ബിദ്അത്ത് കേൾക്കുന്നതിൽ നിന്ന്. എന്താ ബിദ്അത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? ബിദ്അത്ത് കൂടിയവനാണോ അവന്റെ ആഖിബത്ത് മോശമായി പോയി. ആഖിബത്തില്ലാതെ ആഖിബത്ത് മോശമായി ചത്തുപോകാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ബിദ്അത്ത് വലിയ കാരണമായി പോയി. ബിദ്അത്തിലായി ജീവിച്ചു മരിക്കുന്നവനാണോ അവന്റെ ആഖിബത്തിന്റെ കാര്യം വലിയ ബേജാറ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഈമാൻ നിലനിന്ന് മരിച്ചു കിട്ടണമെങ്കിൽ, ആഖിബത്ത് നന്നായി കിട്ടണമെങ്കിൽ ബിദ്അത്താകുന്ന രോഗമില്ലാതിരിക്കണം. അതുകൊണ്ടായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നീ കാതിനെ ശ്രദ്ധിക്കണേ. എവിടുന്ന്? ബിദ്അത്തിൽ നിന്ന് ശ്രദ്ധിക്കണം, ഗീബത്തിൽ നിന്ന് ശ്രദ്ധിക്കണം, മറ്റുള്ളവന്റെ കുറ്റം പറയുന്നതിൽ നിന്ന് ശ്രദ്ധിക്കണം, ബാത്തിലായ ആശയങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നുണ്ട്, നീ ഖുർആൻ കേൾക്കണം, സുന്നത്ത് കേൾക്കണം, സുന്നത്തായ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കണം. അത്തരം നന്മകൾ കൊണ്ട് നിന്റെ കാതിനെ നീ നന്നാക്കി വെച്ചു. അതേ സ്ഥാനത്ത് ആവശ്യമില്ലാത്ത ഗീബത്ത് കേട്ടാൽ, മറ്റുള്ളവരെ ഇകഴ്ത്തുന്നത് കേട്ടാൽ നിന്റെ ഈമാൻ നശിച്ചു കാരണമായി പോയി. മഹാനായ തങ്ങളവരെ ഇരുത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി നീ കബൂലാക്കി തരണേ അല്ലാഹ്. അൽ-ലിസാനു നാവാണ്. അതുകൊണ്ട് വേറൊരാളെ ഗീബത്ത് പറയരുത്, ഒരാളെയും നികഴ്ത്തരുത്, ഒരാളെയും ചെറുതാക്കി കാണിക്കരുത്. അതുകൊണ്ട് അത് പൊരുത്തപ്പെടുന്നതിനല്ലാതെ നാവിനെ ചെലവഴിക്കരുത്. കളവ് തീരെ പറയരുത്, തീരെ നിസാരപ്പെടുത്തരുത്. ഒരാളെയും ചെറുതാക്കുന്ന ഒരു വാക്ക് പോലും നാവ് കൊണ്ട് സംസാരിക്കരുത്. അതുകൊണ്ട് ആ മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് ഒരാളെ കുറിച്ച് അയാൾ തടിയനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു 3 ദിവസം അവന്റെ ദൈവത്തെ പറഞ്ഞത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടുപോയല്ലോ. 3 ദിവസം ഭക്ഷണം കഴിച്ചില്ല. റഈസു സാഹിദീൻ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു
പിന്നെ 3 ദിവസം ഭക്ഷണം തന്നെ കഴിച്ചില്ല. എന്താ കാരണം? ഗീബത്ത് പറയുന്നത് ഞാൻ കേട്ടുപോയില്ല. അത്ര സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഒരാളെ കുറിച്ച് തടിയനാണെന്നോ അയാളെ വലിയനാണെന്നോ അയാളുടെ ശരീരപ്രകൃതിയെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും നമ്മൾ അയാൾ ഇഷ്ടപ്പെടാത്തത് പറയുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മറിച്ചോ നാവ് കൊണ്ട് നല്ലത് പറയണം, സ്വലാത്തിനെ അനുകരിപ്പിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് അധികരിക്കാൻ ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം, ധാരാളം ദിക്ർ ചൊല്ലണം, ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തർബിയത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വലിയ കാരണമായി പോയി. വലിയ തെളിവല്ലേ നിങ്ങളുടെ നാട്ടുകാരനെ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പിന്നകാലത്ത് ആശിഖുർ റസൂലായി ജീവിച്ചപ്പോ അവിടുത്തെ അല്ലാഹു കൊടുത്ത പവർ എത്രയാ, ബഹുമാനം എത്രയാ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്ന നാവിനെ നമ്മൾ നന്നാക്കി എടുക്കണം. ഒരുപാട് മദ്ഹ് നാവ് കൊണ്ട് പറയണം, ഒരുപാട് സ്വലാത്ത് നാവ് കൊണ്ട് ചൊല്ലണം. ചൊല്ലുമ്പോൾ ബഹുമാനം തന്നുപോയി. ആ ബഹുമാനത്തിന്റെ ഭാഗമാണ് അതേ നമ്മൾ പട്ടിണിയാകേണ്ട ഒരു രംഗമെത്തിയാൽ, വിഷമം അനുഭവിക്കുന്ന ഒരു രംഗമെത്തിയാൽ, പ്രയാസം അനുഭവിക്കുന്ന ഒരു രംഗമെത്തിയാൽ അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം കിട്ടിപ്പോയി. അവിടുത്തെ ഒരു തിരുനോട്ടമുണ്ടായി പോയി. അതാണ് മഹാനായ ശറഫുദ്ദീൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നീണ്ട ചരിത്രമാണ്. തങ്ങൾ അവരുടെ എത്തിയിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കി എന്ന് പറയട്ടെ. ആ മഹാനായ ശറഫുദ്ദീൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് മക്കയിൽ നിന്നൊരു കത്ത് വരികയാണ്. ആരാണ് കത്തയച്ചത് എന്നറിയില്ല, എന്താണ് ആ കത്തിലുള്ളത് എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളെ വല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു മഹാനാണ് മഹാനായ ശറഫുദ്ദീൻ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ഒരു 100 ദിർഹമിന്റെ ആവശ്യമുണ്ട്. ആ ആവശ്യ നിർവഹണം നടത്താൻ മഹാനവറുകളോട് പറയുന്നത് ആരാണ്? ആരാ പറഞ്ഞു കൊടുക്കുന്നത്? സ്വപ്നത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് മറ്റൊരു പഴയ മഹാനോട് അയാൾക്ക് ഇത്ര ദിർഹമിന്റെ ആവശ്യമുണ്ട്, കൊടുക്കണം എന്ന വിവരം അറിയിച്ചു കൊടുക്കുകയും ആ പൈസ കിട്ടുകയും കയ്യിലേക്ക് എത്തിയപ്പോ 50 ദിർഹമായപ്പോ 50 ഉള്ളൂ, 100 എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞപ്പോ കൊടുത്താൽ അത്ഭുതപ്പെട്ടു പോയി. ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാം. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരു നല്ല കണക്ഷൻ ഉണ്ടാക്കിയെടുത്താൽ ഭൗതിക ലോകത്തെയും ആഖിറത്തിന്റെ ലോകത്തെയും എല്ലാ ലോകത്തിലും വിജയത്തിനത് മാത്രം നമുക്ക് മതിയായി പോയി. അല്ലാഹു നമുക്ക് ആ നിലയ്ക്ക് അവിടുത്തെ സ്നേഹിക്കാൻ അതേ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ 7 അവയവങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പാവപ്പെട്ട മുതഅല്ലിമായ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അതിന്റെ സദസ്സിൽ ഒത്തുചേരുന്ന സർവ്വമുഅ്മിനീങ്ങൾക്കും റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്ന ദുആ മാത്രം ഈ സമയത്ത് നിങ്ങൾ മുന്നിൽ ദുആ ചെയ്ത് മഹാനായ സയ്യിദ് അവர்கள் നമുക്ക് ദുആ ചെയ്തു തരും. അല്ലാഹു ഞങ്ങളെ സർവ്വ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് തങ്ങളവറുകൾ നല്ല വാഴും നല്ല ദുആയും നടത്തിത്തരും. എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോയാൽ തങ്ങളവറുകളുടെ നല്ല അർത്ഥവത്തായ ഉപദേശത്തിന് ദുആക്കും തടസ്സമാകും എന്നതുകൊണ്ട് തന്നെ ഞാൻ എന്നെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അവർക്ക് ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ പ്രത്യേകിച്ച് സയ്യിദവറുകളോട് തങ്ങളവറുകൾ വന്നിട്ടും 5-10 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചത് തങ്ങളവറുകളോട് കേട്ടിട്ട് പ്രയാസം തോന്നിയെങ്കിൽ നിങ്ങളും എല്ലാവരും പൊരുത്തപ്പെടണമെന്ന വസിയത്തോടെ അല്ലാഹ് നിന്റെ ആഖിറത്തിൽ വിജയം കൈവരിക്കുന്ന നല്ല
നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സർവ്വ മുഅ്മിനീങ്ങളെയും ഞങ്ങളുടെ വേദന്റെ സോസിലൊത്തു ചേരുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടി എന്റെ ആഖിറം വിജയിക്കാൻ ഇരിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ. ഈമാനുള്ള വിശ്വാസികളെ നിങ്ങളൊക്കെ നന്നാകണം എന്ന് പ്രതീക്ഷിച്ച് വന്നതല്ല ഞാനിവിടെ, മറിച്ച് ഔലിയാക്കളുടെ ഉറൂസിന്റെ സദസ്സിൽ വന്ന് പ്രസംഗിച്ച് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നല്ലേ ഉള്ളൂ, ഞാനൊന്ന് നന്നാകണം എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും സ്റ്റേജ് ഇങ്ങനെ മാറി മാറി പ്രസംഗിക്കുന്നത്. നമ്മളൊക്കെ നല്ല മനസ്സോട് ഈ പാവപ്പെട്ട നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ദുആയിൽ മറന്നു പോകരുതെന്ന വസിയത്തോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രസംഗത്തിൽ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നു പോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ളവരെ, കാട്ടിലപ്പള്ളി ഉറൂസ് വളരെ റാഹത്തോടുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഇതുവരെ ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യത്യസ്തമായ പരിപാടികളുമായി പല ആളുകളെയും സമീപിച്ച സമയത്ത് നല്ല രീതിയിൽ സഹകരിച്ച എത്രയോ ആളുകൾ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ ഉറൂസിലേക്ക് അരിയായും മറ്റുമായും പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് സിമന്റായും മറ്റു മാർഗങ്ങളിലൂടെ ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നടന്ന ചക്രക്കന്നി അതിലേക്കും അതുപോലെ 1-ാം തീയതി നടക്കുന്ന ഭക്ഷണ വിതരണത്തിലേക്കും ഈ മഹത്തായ മജ്‌ലിസ് ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ ധാരാളം ആളുകളുടെ പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ധാരാളം ആളുകളുടെ സഹായ സഹകരണങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെയും ഇന്നുമായി നടന്ന പ്രൗഢമായ പ്രഭാഷണ മജ്‌ലിസുകൾ അതിൽ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഖൈറായ പാതയിൽ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെ നമുക്ക് വേണ്ടി ഉപദേശനിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദ് അവറുകൾ അല്ലാഹു തആല അവരുടെ ഇൽമിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റിത്തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യാനിരിക്കുകയാണ്. ധാരാളം ആളുകൾ ഈ മഹത്തായ ഉറൂസ് ഇവിടെ പ്രഖ്യാപിച്ചത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളിലും മറ്റു ആളുകളിലേക്കുമായി ധാരാളം നിവേദനങ്ങൾ വിവിധ സംഘടനകളും പലവിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനും ഇവിടെ സമീപിക്കുകയുണ്ടായി. മുഴുവൻ ആളുകൾക്കും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യണം. ധാരാളം ഹർജികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇന്ന് നൽകിയ ചില ഹർജികൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചിത്ര ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി വിധേയമായി സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളക്കേസിൽ കുടുക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സഹോദരൻ ദുആ ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് ആഗ്രഹിച്ച് അതിന് നടക്കാതെ പല വിഷയവുമായി അതുമായി ബന്ധപ്പെട്ട് അത് നടക്കാതെ മരണപ്പെട്ടു പോയ ഒരു ഉപ്പക്ക് വേണ്ടി 3 സെന്റ് സ്ഥലം ഒരു കുടുംബം പള്ളിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വ്യത്യസ്തമായ വിഷമങ്ങൾ മാറാൻ വേണ്ടി പ്രയാസങ്ങൾ ജീവിത പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകാൻ ഉണ്ടാവാൻ വേണ്ടി ഈ മഹത്തായ മജ്‌ലിസിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്.
വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലാത്ത ആളുകൾക്ക് വേണ്ടി, അതുപോലെ ഗൾഫിൽ ശമ്പളം കൊടുക്കാതെ പ്രയാസം കൊണ്ട് കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അതുപോലെ ശമ്പള വർധനവിന് വേണ്ടി പറഞ്ഞ ആളുകൾ, ഗൾഫിലെ പല പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. വീട് പണി തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ച് പ്രയാസപ്പെടുന്ന പല ആളുകളും അത് ശരിയാവാൻ വേണ്ടിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് തടസ്സങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ധാരാളം പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ കല്യാണം ശരിയാവാൻ വേണ്ടി പറഞ്ഞ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. എല്ലാ വിഷയത്തിനും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യണം. ഇതുമായി പല ആളുകളും കൂടെ പ്രശ്നങ്ങൾ അറിയിക്കാത്തവരുണ്ട്. ഇതുമായി സഹകരിച്ച ആളുകളിൽ പല ആളുകൾക്കും പല ഉദ്ദേശങ്ങളുണ്ട്. എല്ലാ വിഷയത്തിനും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ മഹത്തായ സദസ്സിന്റെ ദുആ നേതൃത്വം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ അവറുകളെ, സയ്യിദ് അവറുകളെ വളരെ ആദരപൂർവ്വം അവിടുത്തെ ഉപദേശ നിർദ്ദേശങ്ങൾക്കും വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. إلى حضرة نبينا محمد المصطفى صلى الله عليه وسلم، وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين، خصوصا إلى حضرة البدريين واللحديين والخندقين والخيبريين، وإلى حضرة خواجة معين الدين الأجميري قدس الله سره العزيز، وابنه فخر الدين باب السلواري قدس الله سره العزيز، وابن ابنه أسامة الدين سامباري قدس الله سره العزيز، وإلى حضرة جدي علي الكتب الأخضر قدس الله سره العزيز، وإلى حضرة من دفن في هذه المقبرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുദൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അല്ലാഹു ഇതിനെ നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പൊരുത്തവും ഒക്കെ വാങ്ങണമെന്ന നല്ല ലക്ഷ്യത്തോടു കൂടെയാണ് ദിവസങ്ങളോളമായി ഇവിടെ നടന്നു വരുന്ന ഈ ഉറൂസ് മുബാറക്കിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഇന്നത്തെയും മജ്ലിസ്. സമാപന നാളെ നാളല്ല, നാളെ 1-ാം തീയതി. അൽഹംദുലില്ലാഹ്. നാസർക്ക് പരിപാടി ഉണ്ടല്ലോ ഇവിടെ.
അങ്ങനെ അൽഹംദുലില്ലാഹ് ഇന്ന് സമാപന ദിവസമാണ്. അപ്പോ ഇതുവരെയും ഞാൻ ഈ മജ്‌ലിസുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷത്തോടുകൂടി ഇവിടുത്തെ പൊരുത്തം വാങ്ങാൻ വേണ്ടി വന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ആദ്യം സിയാറത്ത് ചെയ്തിട്ട് തുടങ്ങി. മഖാമിലെ പരിപാടിക്ക് ഉറൂസിന് വേണ്ടി പോകുമ്പോൾ ആദ്യം അവിടെ കയറിയിട്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്ന് പൊരുത്തം വാങ്ങുക എന്നുള്ളതാണ്. ഒരാൾക്ക് ആ പൊരുത്തം ബാപ്പന്റെയും ഉമ്മന്റെയും ഉസ്താദുമാരുടെയും മഹാന്മാരുടെയും ഒക്കെ പൊരുത്തം ലഭിച്ചാൽ അൽഹംദുലില്ലാഹ് അവനെല്ലോ ആയി. ഈ പൊരുത്തം ലഭിക്കില്ലെങ്കിലോ ഓരോ പരാജയമാണ്. അവിടെ ഡോക്ടർ ആയതുകൊണ്ട് കാര്യമായില്ല, എഞ്ചിനീയർ ആയതുകൊണ്ട് കാര്യമായില്ല, BEd കഴിഞ്ഞുകൊണ്ട് കാര്യമായില്ല, PG എടുത്തുകൊണ്ട് കാര്യമില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഉള്ള ഒരുത്തനെ എവിടെയോ പഠിക്കുന്ന കാലത്ത് അവന്റെ ഏതെങ്കിലും ഒരു അധ്യാപകനെ, ഏതെങ്കിലും ഒരു ടീച്ചേഴ്സിനെ അവൻ മര്യാദക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പരാജയം അത് തുടക്കമാണ്. നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും. പലരും ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി വരും. പല ആവശ്യങ്ങളുമായി വരുമ്പോൾ അവരൊക്കെ അവരുടെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു കൂട്ടുകാരൻ, അദ്ദേഹം വലിയ കഴിവുള്ള ആളാണ്. വലിയ കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ട് നല്ലവണ്ണമുണ്ട്. ഒരു 400 പവൻ സ്വർണം വാങ്ങിയിട്ടാണ് അവൻ കല്യാണം കഴിച്ചത്. അപ്പൊ പിന്നെ സമ്പത്ത് പറയേണ്ട ആവശ്യമില്ല, വാങ്ങാൻ കെൽപ്പുണ്ട്.